എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹെയർ ഡ്രയർ വെച്ചിട്ട് മുടി എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഹെയർ ഡ്രയർ അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് കോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിന് യൂസ് ചെയ്യുന്ന കോമ്പാണ് കേട്ടോ. ഇത് നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഡ്രയർ വെച്ചിട്ട് തന്നെ മുടി അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മുടി സ്റ്റൈലിങ് ചെയ്യുന്ന ദിവസം, അതായത് മുടി സെറ്റ് ചെയ്ത് എന്തെങ്കിലും ഫംഗ്ഷനും പോകുന്ന ദിവസം മുടി നന്നായി കഴുകുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മുടി സെറ്റായി കെടുക്കില്ല. നമ്മൾ ഡ്രയർ ഉപയോഗിച്ചാലും സ്ട്രെയിറ്റനർ ഉപയോഗിച്ചാലും എന്ത് ഉപയോഗിച്ചാലും മുടി നമ്മൾ വിചാരിക്കുന്ന പോലെ സ്റ്റൈലാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ വെച്ചിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ചാർക്കോൾ ഡീറ്റോക്സ് ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ കണ്ടീഷണർ എന്ന് പറയുന്നത് ട്രെസമ്മയുടെ പ്രൊഫഷണൽ കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ അതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് വേണമെങ്കിലും ഉള്ളത് യൂസ് ചെയ്താൽ മതി. ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നന്നായി ടവൽ വെച്ചിട്ട് ഒന്ന് ഉണക്കണം. കാരണം മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒറ്റി വീഴുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഡ്രയർ ഉപയോഗിക്കരുത്. അത് ഡ്രിപ്പ് ചെയ്ത് പോവാത്ത രീതിയിൽ ഒന്ന് ടവലിലോണ്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല ഇടതൂർന്ന ചീർപ്പ് വെച്ചിട്ട് ഒന്ന് ഡീറ്റാങ്കിളിങ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ജടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ഇടതൂർന്ന ചീർപ്പ് വെച്ചിട്ട് ഒന്ന് ഇരി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ഉണക്കുക കേട്ടോ. അതായത് ഒരു 90% നമ്മൾ ഹെയർ ഒന്ന് ഡ്രൈ ആക്കണം. 100% നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട. ജസ്റ്റ് ഒരു 90% നമ്മൾ മുടി ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ പാർട്ടായിട്ട് വേണം മുടി സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഹീറ്റ് പ്രൊട്ടക്ഷനുള്ള ക്രീം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഇല്ല. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യണം നല്ലതാണ് കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ തുടങ്ങുന്നതാണ് നല്ലത്. നമ്മൾ സിംഗിളായിട്ട് നമ്മൾ തന്നെ നമ്മുടെ മുടി സ്റ്റൈലിങ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങണതാണ്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിലത്തെ ഹെയറൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്ത് മുടി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ ബാക്കിൽ നിന്ന് ഇതുപോലെ പാർട്ടായിട്ട് എടുത്തിട്ട് ചെയ്യുക. ബാക്കിയുള്ള മുടിയൊക്കെ സെക്യൂർഡായിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കോമ്പ് അത്യാവശ്യമാണ് കേട്ടോ. അതും ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോമ്പ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആ കോമ്പിൻ്റെ ഇതൊക്കെ പല്ലൊക്കെ ഉരുകിപ്പോവും. അത്രയും ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള സ്റ്റൈലിംഗ് ബ്രഷ് തന്നെ മേടിക്കുക. പിന്നെ ഇത്രയും വലിയ ബ്രഷ് മേടിക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ളവർക്ക് ആണെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. ഷോർട്ട് ഹെയർ ആണെച്ചാൽ ചെറിയ കോമ്പ് മേടിച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആ കോമ്പായാലും മതി. പിന്നെ നമ്മൾ സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഡ്രയർ പിടിക്കേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരുന്ന ആ ഡയറക്ഷനിൽ വേണം നമ്മൾ അത് നമ്മുടെ ഹെയർ ഡ്രയർ മൂവ് ചെയ്യിപ്പിക്കാൻ. നേരെ തിരിച്ച് മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ആകെ പാറി പറന്ന് പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ഡയറക്ഷൻ മുടിയുടെ ആ ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്യണം കേട്ടോ. അത് എത്ര നേരം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും. അതായത് നമ്മുടെ ഹെയറിൽ കുറച്ച് ക്യൂട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, അത് ക്ലോസ്ഡ് ആയാൽ മാത്രമാണ് നമ്മുടെ മുടി നന്നായി സെറ്റായിട്ട് കിടക്കുള്ളൂ. അത് ഓപ്പൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈലിങ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ പിന്നെയും അത് ആകെ ഫ്രിസി ആയി പോവും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായി സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മുടി വളരുന്ന ഡയറക്ഷനിലേക്ക് താഴോട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുടി സ്ട്രെയിറ്റൻ ചെയ്ത പോലെ എടുക്കുക ചെയ്യുക. മറിച്ച് നമ്മൾ ഇതുപോലെ 2-3 വട്ടം ഇങ്ങനെ താഴേക്ക് കോമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ റൂട്ടിൽ നിന്ന് ഹീറ്റ് കൊടുക്കുക. അതായത് നമ്മൾ നേരെ മേലേക്ക് മുടി ഫുള്ളായിട്ട് പൊക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ റൂട്ടിലേക്ക് താഴെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുടി കുറച്ച് വോളിയം ഉള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു അറ്റം ഈ ഫ്ലിപ്പ് ചെയ്ത പോലത്തെ സ്റ്റൈലിംഗ് ആട്ടോ ചെയ്യുന്നത്. അതായത് മുടിയുടെ എൻഡ് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് കിടക്കുന്ന രീതിയിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ അതിന് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഹെയർ നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഹീറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഒരു 2 സെക്കൻഡ് വിടുക. അപ്പോൾ
കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പ് അതിൽ നിന്ന് അഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ ഫ്ലിപ്പായിട്ട് കിടന്നോളും കേട്ടോ. പിന്നെ ഓരോ സ്റ്റൈലിങ്ങിൻ്റെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി അതിങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇതായാലും 2-3 മണിക്കൂർ അങ്ങനെ നിൽക്കും കേട്ടോ. നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഫുള്ളായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ബ്രഷ് നമ്മുടെ മുടിയിലേക്ക്, അതായത് നമുക്ക് ഫ്ലിപ്പിംഗ് ഡയറക്ഷൻ നമുക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ മേലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ടായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്ത് ഒന്ന് ഹീറ്റ് കൊടുത്തതിന് ശേഷം കോമ്പ് ഇങ്ങനെ വിടുക. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ മുടി ഇതുപോലെ നല്ല ഒരു കേളി ലുക്കാണ് കേട്ടോ അറ്റം ഒരു കേളി ലുക്കായിട്ട് തന്നെ കിടന്നോളും. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ സെക്ഷൻസും ചെയ്യുക. അപ്പോൾ ബാക്ക് സൈഡും അതുപോലെ സൈഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സെൻറ്റർ പോർഷൻ സെറ്റ് ചെയ്യാൻ. അപ്പോൾ സെൻറ്റർ പോർഷൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 2 3 ആയിട്ടോ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് നിറയുടെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഹീറ്റൊക്കെ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തില്ലേ, താഴേന്ന് റൂട്ടിൻ്റെ താഴേന്ന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വോളിയമൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ഫ്ലഫി ആയിട്ട് നിന്നോളും. നമ്മുടെ ഹെയർ വല്ലാണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത പോലൊക്കെ എടുക്കില്ല, കുറച്ചുകൂടിയും വോളിയം ഉള്ള പോലെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ബാക്കിനൂടി ഹീറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബാക്കിനൂടി ഇതേ മെത്തേഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ കോമ്പിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം 2 സെക്കൻഡ് വിടാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മുടി കോമ്പിൽ നിന്ന് അഴിച്ചെടുക്കുമ്പോൾ അവിടെ നന്നായിട്ട് വോളിയം ഉള്ള പോലെ നമുക്ക് തോന്നിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ബാങ്ക്സ് ഒക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ബാങ്ക്സ് ഞാൻ കുറച്ച് നമ്മുടെ ചിന്നിൻ്റെ പോർഷൻ വരെ ഉണ്ട്. അപ്പോൾ സെയിം ലെങ്ത് ഉള്ള ബാങ്ക്സ് വേണം ഒരുമിച്ച് സ്റ്റൈൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇത്തിരി ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷമാണ് ഞാൻ എൻ്റെ സെൻറ്റർ പോർഷൻ സ്റ്റൈൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ പതിഞ്ഞു പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴേന്നും അതുപോലെ തന്നെ മേലേന്നും ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതേ ഡയറക്ഷനിൽ തന്നെ മേലേക്ക് പിടിച്ചിട്ട് മേലേന്നും കണ്ടോ ഇതുപോലെ കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബ്രഷിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുടി ചുറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരം അവിടെ തന്നെ വെക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന സെയിം ഡയറക്ഷൻ, ഞാൻ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി കുറച്ച് വേറൊരു രീതിയിലാണ് സ്റ്റൈൽ ചെയ്ത് കിട്ടുക. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ കോമ്പ് ചെയ്യണത് അല്ലെങ്കിൽ മുടി റോൾ ചെയ്യണത്, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് ആണ് കേട്ടോ ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പൊന്തി കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റൈലിംഗ്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം ഞാൻ കുറച്ച് സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് ഹീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മുടി നമ്മുടെ ബേബി ഹെയർസൊക്കെ പൊന്തിക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് മുടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഗ്രീസി ആയി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മുടിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റൈലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.